ഈ കമ്പനിക്ക് പുള്ളിക്ക് എക്സ്പാൻഷന് വേണ്ടി, അതായത് കമ്പനിക്ക് എക്സ്പാൻഷന് വേണ്ടിയിട്ട് ക്യാപിറ്റൽ കിട്ടുന്നു, നിക്ഷേപകന് ലാഭം കിട്ടാനുള്ള ഒരു അവസരം അവിടെ സൃഷ്ടിക്കപ്പെടുന്നു. അതായത് കമ്പനി ഫ്യൂച്ചർ ഗ്രോത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഈ പറഞ്ഞ ഓഹരിയിൽ നേട്ടം ഉണ്ടാകുന്ന എക്സ്പെക്ടേഷനിലാണ് ഈ പറഞ്ഞ നിക്ഷേപകൻ, പബ്ലിക് മാർക്കറ്റിലെ നിക്ഷേപകൻ നിക്ഷേപിക്കുന്നത്. അപ്പം മാർക്കറ്റുകളെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ ഇപ്പൊ പല ഓഹരി വിപണികളുണ്ട്. ഇപ്പൊ ചരിത്രപരമായിട്ട് ഇന്ത്യയിൽ ഇപ്പൊ കൊൽക്കത്ത സ്റ്റോക്ക് എക്സ്ചേഞ്ച്, കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ട്. പിന്നെ ഇപ്പൊ പ്രധാനമായിട്ട് നമ്മൾ സംസാരിക്കുന്നത് ഇപ്പൊ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഡൽഹിയിലുള്ള നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും പിന്നെ ബോംബെയിലുള്ള ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുമാണ്. അപ്പൊ ഈ പറഞ്ഞ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും NSE-യിലും അല്ലെങ്കിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ഒരേപോലെ നിങ്ങൾക്ക് ഫണ്ട് അതായത് ക്യാപിറ്റൽ റൈസ് ചെയ്യാം. അപ്പൊ ഇനിഷ്യലി ഒരു കമ്പനി എപ്പോഴും നമ്മൾ മാർക്കറ്റിലോട്ട് വരുമ്പോഴത്തേക്ക് അതിന് ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗ് അല്ലെങ്കിൽ ആദ്യമായിട്ട് മാർക്കറ്റിലോട്ട് വരുന്ന ആ ഒരു ഓഫറിംഗ്, നിക്ഷേപകന് കൊടുക്കുന്ന ഓഫറാണ് ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ IPO വഴി പറഞ്ഞ മാർക്കറ്റുകളിലേക്ക്, അതായത് സ്റ്റോക്ക് വിപണികളിലേക്ക്, ഈ പബ്ലിക് മാർക്കറ്റിലേക്ക് ഈ പറഞ്ഞ നിങ്ങളുടെ കമ്പനി എൻ്റർ ചെയ്യാണ്.